കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ടോപ്പിക്കും ഡിബേറ്റുമാണ് മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും സൂംബ. അതായത് സ്കൂളിലെ കുട്ടികൾക്ക് ഈ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഒരു പാർട്ടാണ്, ഗ്ലോബലായിട്ടുള്ള സംഭവമാണ്. മതനേതാക്കന്മാരും മതപണ്ഡിതന്മാരും ഒന്നടങ്കം പറയുന്നു സ്കൂളുകളിൽ പാടില്ല, നിയന്ത്രണം വിട്ടുപോകും. കാരണം ആണും പെണ്ണും ഇടചേർന്ന് നിൽക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചില ചോദ്യങ്ങളുണ്ട്, അതിന് നിങ്ങൾ ഉത്തരം തരാൻ പറ്റുവാണെങ്കിൽ നല്ലത്. നിങ്ങൾ പറയുന്നത് സ്ത്രീകൾ അല്പവസ്ത്രധാരികളായിട്ട് വന്നിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആണുങ്ങൾക്ക്, ഇതല്ലേ ഒരു പറയുന്നത്? ഇതാണ് ബേസിക് അടിസ്ഥാനം അവർ ഈ പറഞ്ഞു വരുന്നത്. ഇസ്ലാമിക ശരിയ രീതി ഈ സംഭവം പാടില്ല. ആണും പെണ്ണും അടുത്തിരിക്കാൻ പറ്റത്തില്ല, ദൂരെ മാറി നിൽക്കണം. അവര് ആണും പെണ്ണും തമ്മിൽ ഒരിക്കലും അടുക്കാൻ പറ്റത്തില്ല, ദൂരെ മാറി നിന്നോണം. 21ാം ഡിജിറ്റൽ യുഗത്തിലാണ് ഈ പൊട്ടന്മാരിത് പറയുന്നതെന്ന് ആലോചിച്ചോണം. അതാണ് ചിന്തിക്കുന്ന പെൺകുട്ടികളും ഇസ്ലാമിക പെൺകുട്ടികളും ഫാമിലിയും ഒക്കെ ചിന്തിക്കുന്നത്. ഡിജിറ്റൽ തലമുറയിലാണ് ഈ ലോകമൊക്കെ അറിയുക. താലിബാനിസം കൊണ്ടുവരാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന ഓരോ ഡിബേറ്റുകളൊക്കെ മലയാളത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴ് അതിൻ്റെ അത് വിശുദ്ധത്തിൻ്റെ ചില ആൾക്ക് എന്തൊക്കെയോ പറയുന്നു. നോൺസെൻസ്, കംപ്ലീറ്റ്ലി അൾട്ടിമേറ്റ്ലി നോൺസെൻസ്, ആബ്സല്യൂട്ട് നോൺസെൻസ്. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം തരാമോ? കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ ചൈൽഡ് അബ്യൂസ് നടന്നത് എവിടെ? കേരളത്തിലെ മദ്രസകളിൽ. ഞാൻ കേസുകൾ മാത്രമല്ല, കൺവിക്ഷൻ റേറ്റ് എടുക്കുക. കോർട്ട് ഉത്തരവ് കൊടുത്ത്, അതായത് വിധി നടപ്പിലാക്കി എത്ര മദ്രസ അധ്യാപകർക്കെതിരെ. മദ്രസ പഠിക്കുന്ന ഒന്നും ഈ പ്രായപൂർത്തിയായ കുട്ടികളൊന്നും അല്ല, കൊച്ചുകുട്ടികളാണ്. എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്? എത്ര കേസുകളാണ് കോർട്ടിൻ്റെ ഓർഡർ വന്ന് അവർ തെറ്റ് കാണിച്ചു അവർക്ക് ഭയങ്കരമായിട്ട് കഠിന തടവ് ശിക്ഷയും കൊടുത്തത്? എത്ര പേര് ഇത്രയും പേരും ഇതിലേകദേശം 90% മുകളിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മദ്രസകളിലാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ. അതിലൊന്നും ഈ പണ്ഡിതന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളെ കാണുമ്പോൾ, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് പ്രശ്നമാണ്? അവിടെ എന്താ പ്രശ്നം? അവിടെ എന്താ വല്ലതും കാണിച്ചിട്ടാണ് കുട്ടികൾ വരുന്നത്? കൊച്ചുകുട്ടികൾ. അപ്പൊ അതിനെന്തോ ഉത്തരവായി കൊടുക്കുന്നത് നിങ്ങൾ ഈ പണ്ഡിതന്മാരും അതിനെപ്പറ്റി പറയുന്നവർക്കും? നോക്കുക, ഈ കേരളത്തിൽ ഇപ്പം നോക്കുവാണെങ്കിൽ, കാരണം കേരളത്തിൽ ഈ കോർട്ടും പ്രൊസീജിയറും ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നത് കൊണ്ട് ഇതിൻ്റെ കൺവിക്ഷൻ റേറ്റ് വരുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ കാര്യം നോക്കുക. ഇന്ത്യയിലെ മദ്രസകളിൽ, കാരണം പാവം പിടിച്ച കുട്ടികളാണ് അധികവും പോകുന്നത്, മറ്റേ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ. അവിടുത്തെ നോക്കുക പ്രശ്നം എന്തുവാന്ന് പല കേസുകളും റിപ്പോർട്ട് കാണും. ഈ കൊച്ചു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ലേ? ഇതിനകത്തൊന്നും ഈ പണ്ഡിതന്മാർക്കും ഈ പറഞ്ഞ വിസ്ഡംകാർക്കും ഒന്നും പറയാനില്ലേ? എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? അപ്പൊ ആർക്കാണ് ഇത് കൺട്രോൾ ചെയ്യാനുള്ള പ്രശ്നം? ആർക്കാണ്? കൊച്ചുകുട്ടിയായിട്ടും സ്വന്തം കുട്ടികളായിട്ടും കാണണ്ട. കാരണം അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ മദ്രസകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനെ കാണുമ്പം പോലും ഇത്രമാത്രം വിറങ്ങലിച്ച് അതിൻ്റെ എന്ത് പ്രകോപനമാണ് ഈ കൊച്ചുകുട്ടികൾ കാണിക്കുന്നേ? അതിൻ്റെ റീസൺ എന്താ ഒന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത 6 പേരില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോടതി വിധി വന്ന 6 പേരില്ല. ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് മറച്ചു വെച്ചു. യഥാർത്ഥ ഇഷ്യൂ അതല്ലയോ? അപ്പൊ ആർക്കാണ് ഇതെല്ലാം കൺട്രോൾ വിട്ടു പോകുന്നത്? കൺട്രോൾ വിട്ടു പോകുന്നുണ്ടെന്ന് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, കേസുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ കുട്ടികൾക്ക് അതിനുശേഷം ഗവൺമെന്റ് കൗൺസിലിംഗ് കൊടുക്കുന്നു, ഇരയായിട്ടുള്ള കുട്ടികൾക്ക്. എത്രയോ കുട്ടികൾക്ക്. അതിൻ്റെ വേണ്ടി തെളിവ് ഞാൻ തരാം. ഇതൊക്കെ ഡേറ്റ അവൈലബിൾ ആണ്. ഇത് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചോദിക്കട്ടെ.
എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് മദ്രസയ്ക്ക് ഗ്രാൻറ്റ് കൊടുക്കുന്നത്? മൈനോറിറ്റി സംഭവം എന്നും പറഞ്ഞുകൊണ്ട്. എന്തിനാണ് ഈ അറബിക്കിനെ പഠിപ്പിക്കാൻ വേണ്ടി ഗ്രാൻറ്റ് കൊടുക്കുന്നത്? ആദ്യം ഒന്ന് നിലനിർത്തലാക്കണം. എന്തിനാണ് ഗ്രാൻറ്റ് കൊടുത്തിട്ട് മദ്രസകൾ നടത്തുന്നത്? അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണമെങ്കിൽ അവർ നടത്തിക്കോണം. ഗവൺമെൻറ് അല്ല പണം കൊടുക്കുക. എൻ്റെയും നിങ്ങളുടെ ടാക്സ് എടുത്തിട്ടല്ലേ ഇവർക്ക് പണം കൊടുക്കുന്നത്. എന്നിട്ട് അവരുണ്ടാക്കിയെടുക്കുന്ന ആരെയാണ്? ആലോചിക്കേണ്ട സംഭവമാണ്. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും കേരളത്തിൽ നല്ലൊരു ഡിബേറ്റ് ഉണ്ടാക്കി ആൾക്കാർ സംസാരിക്കുന്നില്ല. യഥാർത്ഥ ഇഷ്യൂയിലോട്ട് വരട്ടെ. ശരിക്കുമുള്ള ഇഷ്യൂ, ഗവൺമെൻറ് ഇതിനാണ് ഫണ്ട് കൊടുത്ത് ഇതേപോലെ സംഭവം ഉണ്ടാക്കിയിട്ട് അവിടെ ചൈൽഡ് അബ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്തുവാ? ഇതല്ലേ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഗവൺമെൻറ്റും എയ്ഡഡ് സ്കൂളും ഒക്കെ നടത്തുന്ന അവിടെ കയറി പിടിക്കുക. യഥാർത്ഥ ഇഷ്യൂ എന്ന് മാറി. ഇപ്പം യഥാർത്ഥ ഇഷ്യൂയിലോട്ട് വരട്ടെ. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, കുട്ടികളുടെ ആവശ്യമാണ്, അടുത്ത തലമുറയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു ഗവൺമെൻറ് ഒരു പോളിസി നടപ്പിലാക്കുമ്പോൾ അതിനെ എതിർക്കുക, അതിനെ മതപരമായിട്ട് ചിന്തിക്കുക, അതിനെ എല്ലാ കാര്യത്തിലും അതിന് സപ്പോർട്ടായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് വരിക. ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി പോകണം. ഒരു കാരണവശാലും ഈ മദ്രസയ്ക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റ് കട്ട് ചെയ്യണം. ഇപ്പം കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ 75% മൈനോറിറ്റി ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ കൂടെ അവർക്ക് കൊടുക്കുകയാണ്. ഈ മദ്രസ നടത്താൻ ആൾക്കാർക്ക് സാലറിക്ക് വേണ്ടി ഗ്രാൻഡായിട്ട് ബിൽഡിംഗ് സാലറി, അത് ബിൽഡിംഗ് ഗ്രാൻറ്റും അത് ഇതെന്നും പറഞ്ഞുകൊണ്ട്. എന്തു ഇതിൻ്റെ ആവശ്യം? അവർക്ക് മതപഠനം നടത്തണമെങ്കിൽ അവർ നടത്തിക്കോട്ടെ. പിന്നെ ഇവിടെ എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അനാലിസിസ്, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഒരു കുട്ടിയെയും മതം പഠിപ്പിക്കുന്നത് ചെറുപ്പത്തിലാവരുത്. അവർക്ക് ശരിക്കും വോട്ട് ഏജ്, അതായത് വോട്ട് ചെയ്യാനുള്ള പ്രായം 18 വയസ്സ്. അതിനുശേഷം മാത്രമേ തീരുമാനിക്കാൻ ഒരു മതം പഠിക്കണോ വേണ്ട എന്നുള്ളത്. എൻ്റെ ഇത് പറയുന്നൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ മതവും സയൻസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല. സയൻസ് പഠിക്കുന്നവൻ ഈ മതത്തിൽ പറഞ്ഞിരിക്കുന്ന പലതിനെയും ഇത് തെറ്റാണെന്ന് തന്നെ പറയും. അതിനകത്ത് ഏറ്റവും വലിയ തെളിവാണ് വീട്ടിൽ പ്രസവിക്കുക, അക്വാ പഞ്ചർ ചികിത്സ, ആശുപത്രിയിൽ പോകണ്ട. ഇതൊക്കെ ആരാ ഈ മതമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഗ്ലോബലായിട്ട് നമ്മൾ മനുഷ്യൻ നീങ്ങുന്നൊരു ലൈഫ് സ്റ്റൈലും അവൻ്റെ തോട്ട്സ് ഉണ്ട്, അവൻ്റെ പ്രോസസ്സുണ്ട്, മറ്റ് പലതുമുണ്ട്. അതും ഈ മതവുമായിട്ട് ചേർത്ത്, അതിൻ്റെ പഠന കാര്യങ്ങളും മതവുമായിട്ട് ചേർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരാളുടെ എല്ലാ രീതിയിലുള്ള തോട്ട്സിനെ ബാധിക്കും. മതം എന്ന് പറയുന്ന, പ്രത്യേകിച്ച് പല മതങ്ങളും, ഒരു മതമല്ല പല മതങ്ങളും, ഇതിനകത്ത് പറയുന്ന പലതും ഭൂലോക വിഡ്ഢിത്തരവും മണ്ടത്തരവുമാണ്. ഇതിനകത്ത് ഇവർ പറയുന്ന കടലിൽ അടിയിൽ കൂടെ ഒരു സാധനം, അതിൻ്റെ അടിയിൽ കൂടെ ഒരു സാധനം, നോൺസെൻസ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ വായിച്ചു നോക്കിയത്. ഇതുമായിട്ടും സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കൂടുതൽ പറയാത്തത് അത് ശരിയല്ല, അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട പല കാര്യങ്ങളും ഗവൺമെൻറ് ക്യാമ്പയിൻ ചെയ്യണം. ഇതേപോലെ ഒത്തിരി വിഡ്ഢികൾ, കാരണം മദ്രസ അതിനുവേണ്ടി ഒരു സ്ഥലമാണ്. കാരണം ഒരു ചെറുപ്പം, ഒരു പയ്യൻ പഠിച്ചു വരുന്നതിൻ്റെ അവൻ്റെ ബ്രെയിൻ ആണെങ്കിലും അവൻ്റെ ലോകമാണെങ്കിലും മാറ്റാൻ വേണ്ടി ആ സമയത്ത് അവന് മതപഠനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യണം. ഞാനീ പറയുന്ന സൺഡേ സ്കൂൾ ഉൾപ്പെടെ അവന് 18 വയസ്സിന് ശേഷം അവൻ തീരുമാനിക്കട്ടെ അവന് പഠിക്കണോ വേണ്ട എന്ന്. അതിനുശേഷം അവൻ തീരുമാനിക്കും. അല്ലാതെ ഈ മതപഠനം എന്ന് പറയുന്നത് ബേസിക്കലി ചെറുപ്പത്തിൽ ഒരു രാജ്യത്തെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ അതിനകത്തത് കുത്തിക്കയറ്റി വിടുന്ന പലതും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, തിന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഡ്രഗ് പെഡലേഴ്സ് കേരളത്തിൽ, ഈ മതപഠന സ്കൂളിൽ നിന്ന് പഠിച്ച പിള്ളേരാണ് കൂടുതൽ. അങ്ങനെ അവിടെ പഠിച്ച പിള്ളേർ ഇതിനകത്ത് വരുന്ന പ്രത്യേക കമ്മ്യൂണിറ്റിക്കകത്ത് ഇതിനകത്ത് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പരിപാടിയൊക്കെ, ആ ബോധമെങ്കിലും ഗവൺമെൻറ് കാണിക്കണം. അതാണ് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് കാണിക്കണം. ഗ്രാൻഡ് നിർത്തണം. ഈ പറയുന്ന സംഭവങ്ങൾ പറയാൻ 18 വയസ്സിന് ശേഷം നിങ്ങൾ മതം പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യുമോ, സ്കൂൾ മാത്രം പോവുക, അതിനുള്ള സാഹചര്യം സ്കൂളുകൾ സംഭവങ്ങളെല്ലാം ഗവൺമെൻറ് ഒപ്പിച്ചു കൊടുക്കണം.
അവിടെയാണ് ഗവൺമെൻറ് പുരോഗതി എന്ന സാധനത്തിലോട്ട് പോകേണ്ടത്. അല്ലാതെ ഉസ്താദും കിസ്താദും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകം നശിച്ച കേരളമായിട്ട് മാറും. അതിൻ്റെ ലക്ഷണങ്ങളാണ് പലയിടത്തും കണ്ടു തുടങ്ങുന്നത്. അത് മാറ്റുവാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവണം.